നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന നിങ്ങളുടെ മക്കളെ നന്നായി പഠിപ്പിക്കാനാണ്, നിങ്ങളുടെ മക്കളെ ഉയരങ്ങളിൽ എത്തിക്കാനാണ്, നിങ്ങളുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാനാണ് നിങ്ങൾ അധ്വാനിക്കുന്നത്. ആ അധ്വാനിക്കുന്നവർക്ക് ശമ്പളം കറക്റ്റായിട്ട് കൊടുക്കണം എന്ന് ഞാൻ സ്വപ്നം കണ്ട ആളാണ്. എനിക്ക് മുമ്പ് നാളിലൊന്നും സ്വപ്നം കണ്ടില്ല. എന്റെ അച്ഛൻ ഒരു തൊഴിലാളി നേതാവായിരുന്നു. KSRTC ജീവനക്കാർക്ക് 31-ാം തീയതി ശമ്പളം കൊടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ KSRTC ഏറ്റവും വലിയ സംഘടനയായ ഡ്രൈവേഴ്സ് യൂണിയന്റെ പ്രസിഡന്റായിരുന്നു അനേക വർഷം. അന്നാണ് KSRTC ജീവനക്കാർക്ക് 31-ാം തീയതി ശമ്പളം കൊടുത്തത്. അതിനുശേഷം വീണ്ടും മകൻ വന്നപ്പോഴാണ് 31-ാം തീയതി ശമ്പളം കൊടുത്തത്. അതിലെനിക്ക് അഭിമാനമുണ്ട്, ഞാൻ അതിൽ സന്തോഷിക്കുന്നു. ഞാൻ അത് കണ്ട് കശുവണ്ടി തൊഴിലാളിക്ക് വേണ്ടി സമരം ചെയ്ത് കൊല്ലത്തും കൊട്ടാരക്കരയിലും നിരാഹാരം കിടക്കുന്ന ബാലകൃഷ്ണപിള്ളയെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ എന്റെ കുട്ടിക്കാലത്ത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ എനിക്കുള്ള ആകാംക്ഷ. ഇപ്പൊ നമ്മൾ DA കുറിച്ച് പറയുന്നു, DA തന്നതിന് സന്തോഷം എന്നൊക്കെയാണ്. CITU എന്നെ പൊന്നാട എണീച്ചപ്പോൾ ഒരാൾ എഴുതിയത്, ഇതൊക്കെ കണ്ടില്ലെന്നും വിചാരിക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ചില കാര്യങ്ങൾ കാണും, അതൊരു ഞരമ്പിന്റെ അസുഖമാണ്. DA തന്നതിന് നന്ദി. DA തരാൻ ഉള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടോ എന്ന് നിങ്ങൾ ഈ കണക്കും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഈ ചീഫ് ഓഫീസിൽ ഇരിക്കുന്നവർ നിങ്ങൾ പറയൂ. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതിനൊക്കെ പറ്റിയൊരു പരുവത്തിലാണോ? ശമ്പളം തന്നു തന്നെ എന്ത് ബുദ്ധിമുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പൊ ആ ശമ്പളം കൃത്യമായി കിട്ടി മുന്നോട്ട് പോകട്ടെ. നിങ്ങളെ കഠിനാധ്വാനം കൊണ്ടും ജനങ്ങളുടെ സഹകരണം കൊണ്ടും ഇവിടെ വരുമാനം വർദ്ധിച്ചു. ജനസംഖ്യ വല്ലതും കൂടിയോ കഴിഞ്ഞ ഒരു കൊല്ലത്തിനകത്തില്ലല്ലോ. കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ കേരളത്തിൽ ജനസംഖ്യയൊന്നും വർദ്ധിച്ചില്ല. കാറെടുത്ത് പോയിരുന്നവർ നമ്മുടെ വണ്ടികളും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ ജീവനക്കാരുടെ പെരുമാറ്റവും കണ്ടുകൊണ്ട് നമ്മളിലേക്ക് വന്നു. നല്ല വൃത്തിയുള്ള ബസ് സ്റ്റാൻഡുകൾ, വൃത്തിയുള്ള ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ, നല്ല ടോയ്ലറ്റുകൾ, ഇതെല്ലാം വന്നപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ, സ്ത്രീകളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് സുരക്ഷിതമായ എല്ലാ വണ്ടികളിലും ക്യാമറ, സുരക്ഷിതമായ സൗകര്യങ്ങൾ, മദ്യപിച്ച് വണ്ടി ഓടിക്കാത്ത ഡ്രൈവറും കണ്ടക്ടറും, ഇതെല്ലാം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇതിനെ വിശ്വസിക്കുകയും ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. ഇപ്പൊ നാഷണൽ ഹൈവേ പൂർത്തിയാവുകയും പണി പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിലെ KSRTC ബസ്സുകൾക്ക് ഷാർപ്പ് ടൈമിന് ഓടാൻ പറ്റും, കൃത്യമായ സമയത്ത്. ഞാൻ മന്ത്രിയായി വന്നപ്പോൾ 86,000 കിലോമീറ്ററാണ് ഞാൻ നേരിട്ടിരുന്ന് വെട്ടിക്കളഞ്ഞത്, ഡെഡ് മൈലേജ് വെട്ടിക്കളഞ്ഞത്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നു അതിൽ 85,000 കിലോമീറ്റർ നമ്മൾ പുനഃസ്ഥാപിച്ചു. ആ പുനഃസ്ഥാപിച്ചത് നമുക്ക് വലിയ നഷ്ടമുള്ളത് കംപ്ലീറ്റ് എടുത്തിട്ട് തിരിച്ച് 85,000 കിലോമീറ്റർ, 86-ൽ 1000 കിലോമീറ്റർ വെച്ച് 85,000 കിലോമീറ്റർ നമ്മൾ പുനഃസ്ഥാപിച്ചു. വേറെ പല വിധത്തിൽ ആദിവാസി മേഖലകളെ ബാധിച്ചില്ല, മലയോര മേഖലകളെ ബാധിച്ചില്ല, കുഞ്ഞുങ്ങളുടെ കൺസെഷനെയോ കുഞ്ഞുങ്ങളുടെ യാത്രകളെയോ ബാധിച്ചില്ല. ഇത് ബാധിക്കാതെയാണ് 80,000. വളരെ സമ്മർദ്ദം പ്രദീപിനക്കറിയാം, MD-ക്കറിയാം, വളരെ സമ്മർദ്ദം ഞാൻ നേരിട്ടു. ചില MLA-മാരൊന്നും വല്ലാത്ത സമ്മർദ്ദം, MLA-മാരെ കൊണ്ടുള്ള ശല്യം, MLA-മാരെ PA-മാരെ കൊണ്ടുള്ള ശല്യം, ഇതെല്ലാം നേരിട്ടിട്ടും ഞാൻ പിടിച്ചു നിന്നതുകൊണ്ടാണ് 86,000 കിലോമീറ്റർ വെട്ടി പകരം നമ്മൾ വേറെ 85,000 കിലോമീറ്റർ ഓടിച്ചു. അതിന്റെ നേട്ടമാണ് നമ്മൾ കാണുന്നത്. ഇനിയും നമ്മൾ കൊണ്ടുവന്ന ഈ ഷെഡ്യൂളിംഗ് സോഫ്റ്റ്വെയർ കൂടുതലായി വർക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ CMD സ്ക്വാഡ് ഒരു ദിവസം എന്റെ മനസ്സ്, കാരണം CMD ഇൻസ്പെക്ടർമാർ പരിശോധിക്കുന്നില്ല എന്ന് എല്ലാവർക്കും, ട്രേഡ് യൂണിയനുകൾക്ക് ഒരു പരാതിയുണ്ട്. പ്രൊമോഷൻ കൊടുക്കാം. സത്യം പറയട്ടെ, ഈ അടുത്ത മാസം ആയിരക്കണക്കിന് ആളുകളാണ് പെൻഷൻ പറ്റാൻ പോകുന്നത്. അതിന് നിങ്ങളാരും പെൻഷൻ പ്രായം വർദ്ധിക്കാൻ ചോദിച്ചില്ല. പിന്നെ കൊടുത്താലൊരു കുഴപ്പമുണ്ട്. 22,000 തൊഴിലാളികൾ 2,700 പേര് ഒരു ജോലിയും ചെയ്യാതെ നടുവേനയോ കാലുവേനയോ വയറുവേനയോ എന്ന് പറഞ്ഞ് നടപ്പുണ്ട്. അവർ കൂടുതൽ കിട്ടും. ഏതാ എക്സ്റ്റൻഷൻ? ഒന്നുകിൽ അവർ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ജോലിക്ക് വേണം. ആർക്കും ജോലി ചെയ്യാൻ വയ്യ. വളരെ തന്ത്രപരമായി നടുവിന് വേനയാണ്. എന്നൊരു കാര്യം ഞാൻ ടിക്കറ്റ് ആൻഡ് കാശി തരാം വേണ്ട. ഇതൊക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്, സഹിക്കുന്നില്ല കണ്ടിട്ട്. കാരണം കുറെ ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നു, രാവും പകലും ഓടി നടക്കുന്നു, റോഡിൽ നിർത്തുന്നവരെ വിളിച്ചു കയറ്റുന്നു, വണ്ടിക്കകത്തേക്ക് വെയിൽ കൊള്ളുന്നു, പൊടിയടിക്കുന്നു. ഇതൊരു വിഭാഗം ആളുകൾ, ഭൂരിപക്ഷം വരുന്ന ഒരു വലിയ വിഭാഗം. വേറെ കുറെ ആളുകൾ ചുമ്മാതിരിക്കാൻ വേണ്ടി നടുവേനയാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില അസുഖങ്ങളുണ്ട്. വയറ്റുവേനയാന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കുന്നു, നടുവേനയാന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. നടുവിന് വേന സാറേ എന്ന് പറയാം, എളുപ്പമുണ്ട്. എല്ലാവർക്കും നടുവേനയാണ്. PSC വഴി ജോലി കയറുമ്പോൾ അത്യാവശ്യമായി പ്രമോദ് ശങ്കർ ആദ്യം ചെയ്യേണ്ടത്, ഇനി PSC വഴി ആളെ എടുക്കുമ്പോൾ പോലീസിൽ എടുക്കുന്ന പോലെ ആരോഗ്യമുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് എടുക്കാവൂ. കയറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ബസ്സിൽ കയറിയോണ്ട് എനിക്ക് നടുവിന്റെ സ്ഥാനം മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നടത്തി. എന്നാ ശരി, ടിക്കറ്റ്. ഇന്നലെ ഒരു ലേഡി എന്നെ സമീപിച്ചു. ഞാൻ പറഞ്ഞു ടിക്കറ്റ് ഞാൻ കാശി തരാം, അത് ഞാൻ MD-യോട് പറയാം, അല്ലാതെ ഞാൻ പറയില്ല. അല്ല അത് വേണ്ട. പിന്നെ ഏതാണ് ജോലി? കണ്ടക്ടറായി ജോലി കയറിയ ഒരാളിന് വേറെ ഏതാണ് ഒരു ജോലി? ഇനി CMD-യുടെ ഒഴിവ് മാത്രമേ ഉള്ളൂ, അത് വേണമെങ്കിൽ കൊടുക്കാം.